ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി മൈ സുസ്കർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് തുമ്പി? ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ആയി നിങ്ങൾ പറയുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് ഇന്ന് അമ്മ ഇവിടെ ഇല്ല ഗായ്സ്. അമ്മ ഗുരുവായൂർ പോയതാണ്. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലാത്തൊരു ദിവസം ഞാൻ എങ്ങനെ റൺ ചെയ്യിക്കുന്നു നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഡേ ആണോ എന്ന് വെച്ചാൽ അല്ല, അമ്മയുള്ള ദിവസം ഞാൻ ഇങ്ങനെയല്ല. അപ്പം അമ്മ ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് നിന്ന് കുറച്ച് സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ്. സോ രാവിലെ എണീറ്റു, ഞങ്ങൾ ബ്രഷ് ചെയ്തു. ഇനി തുമ്പമ്മേനെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് താഴേക്ക് പോട്ടെ. ഇളയമ്മ താഴെ എന്തോ പണിയിലാണ്. അമ്മ ഉള്ള സമയമാണെങ്കിൽ ഞാൻ അത്രയും നേരത്തെ എണീക്കാറില്ല. ഇന്നിപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോശമല്ലേ, ഇളയ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് എണീറ്റ് വരികയാണ് കേട്ടോ. അമ്മ ഉള്ളപ്പോൾ ഞാൻ പയ്യെ എണീറ്റാൽ മതി. തുമ്പീനെ അംഗനവാടിയിലൊക്കെ വിടുന്നതിന് കുറച്ച് മുന്നേക്ക് എണീറ്റാൽ മതി. അല്ലൂന് അമ്മേനെയാണ് വിടാറ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്ന് കാണാം അല്ലേ? ഫുൾ ഡേ. നല്ല ദിവസം പഠിക്കാനൊക്കെ ഉണ്ട്. നാളെ എക്സാം ആണല്ലോ. ഓക്കെ, തുമ്പമ്മയ്ക്ക് ഇന്ന് ചാർജ് കുറച്ച് കുറവാണ്. ഉറക്കത്തുനിന്ന് എണീറ്റുകൊണ്ട് കുറച്ച് നേരം എടുക്കുള്ളൂ ചാർജ് ആവാൻ വേണ്ടിട്ട് അല്ലേ? ആ യെസ് യെസ് ഗൈസ്. അപ്പൊ ഞാനും അല്ലോട്ടനും തുമ്പമ്മയും താഴെ പോവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താ വീഡിയോ കാണാം. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യൂ. മൂക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വെൽക്കം ചെയ്യുന്നു ഗൈസ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെ തന്നെയല്ലേ ചങ്ങ ഇന്ന തെറ്റിക്കും. മുടിയിട്ട് കൊടുക്കട്ടെ. ബൈ. ഇതെന്നും രാവിലെ ഇവിടെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അച്ഛനൊരു പേപ്പർ മൊത്തം അങ്ങോട്ട് അരിച്ച് പെറുക്കി വായിക്കും. അവിടെ ഒരു ചന്ദനത്തിരി കുത്തി വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാണ്, ഓമാണത്ത് കൊണ്ട് വായിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛനെ ഇവിടെ എന്നും രാവിലെ നിങ്ങൾക്ക് കാണാം. ഇതിലെ മുന്നിലൂടെ വണ്ടിയിൽ പോകുന്ന ബസ്സിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ഈ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. കാരണം എപ്പോൾ നോക്കിയാൽ അച്ഛൻ അവിടെ ഉണ്ടാവേ. അത് കഴിഞ്ഞാൽ ഇളയം അത് അടുക്കളയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ സോഫേൻ്റെ മുകളിൽ ഈ ബോക്സ് കണ്ടപ്പോൾ ഓർമ്മ വന്ന, അയ്യോ ഇന്നലെ വന്ന സാധനം ഇതുവരെ അൺബോക്സ് ചെയ്തില്ലാന്ന്. സാധാരണ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ അങ്ങനെ വെറുതെ വിടാറില്ല. സംഭവം ഈ ഒരു സാധനം വേറൊരു കമ്പനീൻ്റെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ അഗാരോൻ്റെത് ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടതിന് ശേഷം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് അഗാരോൻ്റെ 2179 വോളിയമൈസർ ഹെയർ ഡ്രയർ ആണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഒരുപാട് റിവ്യൂസ് വന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഹെയർ ഡ്രൈ ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനൊക്കെ ഈ ഒരാശ മതി കേട്ടോ. വേറെ നമുക്ക് കുറേ വേറെ ഇപ്പം ഡ്രയർ വേറെ, സ്ട്രൈറ്റ്നർ, അങ്ങനെ ഓരോ എല്ലാം പാടെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ 1200 വാട്ട് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും സ്റ്റൈൽ ചെയ്യാനും വോളിയമൈസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ 360 ഡിഗ്രി എയർ ഫ്ലോ വെൻസ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ ഹെയർ ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല. അതായത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഹീറ്റ്. അപ്പോൾ മൊത്തത്തിൽ ആളൊരു സംഭവമാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ കുളി കഴിഞ്ഞപ്പോൾ ഉള്ള ക്ലിപ്പാണ് കേട്ടോ. പക്ഷേ ഞാനിത് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഈ പ്രൊഡക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ധാരണ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ക്രൗൺ പോർഷൻ തൊട്ടിട്ട് താഴേക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ല സ്ട്രെയിറ്റ് ലുക്കോ അല്ലെങ്കിൽ സ്ലൈറ്റ് കേർവ് ലുക്കോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് വോളിയമൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. സ്പീഡും ഹീറ്റും ഒക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 2 സ്പീഡ് ആൻഡ് 3 ഹീറ്റ് സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് തന്നെ നന്നായി മനസ്സിലാവുന്നില്ല രണ്ട് സൈഡിലും ഡിഫറൻസ്. നമ്മൾ കോംബ് ചെയ്തിട്ടുള്ള സൈഡ് ഒരു സ്മൂത്ത് സലൂൺ ലുക്ക് തരുന്നുണ്ട്. എനിവേ ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയാണ് ഗൈസ്, ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി റിവേഴ്സ് ഗിയർ ഇട്ടോളൂ. നമുക്ക് നമ്മൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് തന്നെ പോവാം. എനിക്ക് ചെവിവേദനയാണ്. എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ കാണിക്കാൻ പോയി പ്രശ്നമായി. ഇപ്പഴാ പ്രശ്നമാണ്. അത് കുഴപ്പമില്ല. അത് വായിലിട്ടങ്ങ് അലിഞ്ഞു പോകുന്ന കാര്യം. ക്യാമറ ഓഫ് ആക്ക്. ഞാൻ ഓരോ സമാധാനത്തിന് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എനിക്കാണ് വാളെടുക്കാൻ വന്നത്. പക്ഷെ ഇത് കുഴപ്പമില്ല. നിൽക്ക് മോളെ. ഓളാണെങ്കിൽ രാവിലെ എണീറ്റുന്ന എല്ലാ മക്കളും അമ്മേന്ന് വിളിച്ചാൽ കറിയാം. ഇവിടെ ഇളയമേന്ന് വിളിച്ചാൽ കറിയാം. ഇളയമേനെ മോക്ക് പാല് വെള്ളം കൊടുക്കണം. അതിനാണ്. മോനെ ഈ വെള്ളം കൂടെ കുടിച്ചു വിടും. എന്നാ വേഗം സമയമില്ല. അത് മധുരമുള്ളതാ. ഞാൻ കളിക്കാനൊന്നുമില്ല. യജാതി അഭിനയാന്നറിയോ. അവനെ കഴിച്ചേ ആളുള്ളൂ. ഞാൻ വരുമ്പോഴത്തേക്ക് ഇളയമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലക്കറി ഓൾറെഡി ആയിട്ടുണ്ട്. പത്തിരി അവിടെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്ക് പത്തിരി പറ്റൂലല്ലോ, ഏതും അരി ഭക്ഷണം പറ്റില്ലല്ലോ. അപ്പം നമ്മൾ റാഗി പുട്ടിനുള്ള പൊടി കുഴച്ച് വെക്കുകയാണ് കേട്ടോ. ഈയിടെയായിട്ട് ഞാനൊരു പുട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. പണ്ടിക്ക് പുട്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പുട്ടോട് പുട്ടായിരുന്നു. ഞാൻ ഇവിടെ പറയലുണ്ട് തെക്കിനകത്ത് എന്നുള്ള പേര് മാറ്റി ഇവിടെ പുട്ടിനകത്ത് നാക്കൂട്ടോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ പുട്ടല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് റാഗി പുട്ട്, ഗോതമ്പ് പുട്ട്, ചോളം പുട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുട്ടുകളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടെണ്ണത്തിന് ഇവിടെ തന്നെ പിടിച്ചിരുത്തിയതാട്ടോ. അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പണി പാളുവേ. അങ്ങനെ അത് അച്ഛൻ എണീറ്റ് വന്നിട്ടുണ്ട്. അമ്മ അവിടെ അല്ലല്ലോ. അമ്മ ഗുരുവായൂർ, പിന്നെ ഇടയാ പാമ്പുമേക്കാവ്, പിന്നെ ഏതൊക്കെയോ അമ്പലങ്ങളിൽ പോകാനുണ്ട് കേട്ടോ. തൃപ്രയാറ് ഏതൊക്കെ അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനിത് വേഗം ഇൻസുലിൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് അല്ലൂന്
ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, തുമ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇതൊക്കെ കൊടുക്കാന്നേ ഉള്ളൂ. ലാസ്റ്റ് എൻ്റെ കൈ എത്തണം കേട്ടോ. എന്നാലും ഇവർ കഴിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലു ഇപ്പോൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. കല്യാണി പോയതിനു ശേഷം ചെറിയൊരു കൊഞ്ചൽ കൂടി എൻ്റെ അടുത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ വാരി കൊടുക്കണം അങ്ങനെയൊക്കെ. കല്യാണി ഉള്ളപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗി പുട്ട് പ്ലസ് കടലക്കറിയാണ്. ആക്ച്വലി തേങ്ങ ഷുഗർ കൂട്ടുന്നൊരു സാധനമാണ്. പക്ഷേ ഇതും കൂടെ ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലേ പുള്ളേ, എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. അങ്ങനെ ഞാനതൊക്കെ വെട്ടി വിഴുങ്ങി വന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് ഉച്ചയ്ക്കത്തെ ഉപ്പേരിക്കുള്ളത് അരിയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ആസ് യൂഷ്വൽ ഇപ്പം ഞാൻ കുറേ ആയിട്ട് കഴിക്കുന്ന ഉപ്പേരി എന്ന് പറയുന്നത് ചുരങ്ങേൻ്റെ ഉപ്പേരിയാണ്. ഇതിൻ്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക കേട്ടോ. വലിയ പണികളൊന്നുമില്ല, ഉച്ചത്തേക്ക് ഒരു കറിയും പിന്നെന്താ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇളയമ്മ പറഞ്ഞു മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളയമ്മ മീൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പോയിട്ട് അല്ലുവിനും തുമ്മിനും കുളിപ്പിക്കണം. അല്ലുവിന് നാളെ എക്സാമാണ്, അവനെ പഠിപ്പിക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തെ കുറച്ച് പണികളൊക്കെ തീർത്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അല്ലോട്ടിന് നാളെ മാത്സ് എക്സാം ആണ്. സോ ഓനൊരു ടാസ്ക് കൊടുത്തതാണ് 1 to 20 സ്പെല്ലിങ് എഴുതാൻ വേണ്ടി കൊടുത്താ കേട്ടോ. വെളിച്ചെണ്ണ തേച്ചത്. അപ്പോൾ തലയിൽ പിടിക്കേണ്ട കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയം ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ലല്ലോ. വൃത്തിക്ക് എഴുത് കേട്ടോ, വൃത്തിക്ക് ചെറുതാക്കി നല്ല വൃത്തിക്ക് എഴുത്. മുകളിലെ ലൈനും താഴെ ലൈനും നന്നായി മുട്ടിയിട്ടൊക്കെ എഴുത് വൃത്തിക്ക്. ഓക്കെ, അപ്പം കുറച്ച് നേരം പഠിക്കട്ടെ. ആ സമയം എനിക്ക് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമൊക്കെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അവർ രണ്ടാളും കുളിപ്പിക്കാൻ. ഇതിപ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണ്. അതായത് രാവിലത്തെ എൻ്റെ കുറച്ച് ജഗപക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ വീഡിയോ കോൾ ചെയ്യും, അമ്മേൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കും. സോ തുമ്പിമോൾ ഇതാ സുന്ദരിയായി വന്നിട്ട് അമ്മമ്മേനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസം പോലും ഇതിനൊരു മുടക്കം വരാറില്ല കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നല്ല മരുന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. സംസാരിക്കാൻ എന്താ പുതുതായിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് സംസാരിച്ചില്ല ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുറച്ച് അമ്മേൻ്റെ അടുത്ത് വർത്താൻ പറഞ്ഞു നിന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ അല്ലുട്ടനെ പഠിപ്പിക്കുന്ന യജ്ഞം, അതിൻ്റെ ഇടയിൽ കൂടെ രണ്ടുപേരെയും കുളിയൊക്കെ കഴിഞ്ഞൂലല്ലോ. കുളിയൊക്കെ കഴിഞ്ഞു. അല്ലൊരു മാത്സ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഒരു വാലത്തി താഴെ ഉണ്ടേ, കാണിച്ചു തരാം. എന്റെ കോലം കളിക്കാൻ തന്നെ ക്ഷീണമാവുന്നുണ്ട്. കുളിക്കട്ടെ. അതെ, ഇവിടെ പ്രഗ്നന്റ് ലേഡിയാന്നുള്ള പേര് എനിക്കും ബാക്കി ഗുണങ്ങളൊക്കെ വെറുക്കുവാണ് കേട്ടോ. ഞാൻ എനിക്കിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പക്ഷെ ഞാൻ ദിവസം 2 എണ്ണം വെച്ച് കഴിക്കാന്നൊക്കെ വെച്ചിട്ട് വാങ്ങിക്കൊണ്ടുവരുകയാണെങ്കിലും ഇവർക്കത് ചോറാണ് കേസ്. ചോറൊന്നും പോലെ തിന്നാ. തുമ്പി കുളിച്ചു പോലെ കാണിച്ചു കൊടുക്കൂ. ഓ, കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ മുടിയാട്ടെ. എനിക്ക് മുടിയാണ് ഇപ്പൊ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നത്. എല്ലാവർക്കും സുഖമാണോ ചേച്ചി? തുമ്പിക്ക് സുഖാണോ? തുമ്പിന്റെ മെയിൻ പരിപാടി ഇപ്പൊ എന്താ പറയുക, ഏട്ടൻ പഠിക്കുന്നതൊക്കെ പഠിച്ച് ഓനും വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വയ്യാതെ നടക്കാം. ഞാനായിട്ടാണ് അടുത്ത് ചുമരുമ്പോ പേത്തിണ്ടാവും. അല്ലൂസിന് ക്ഷമ കൂടുതലായതുകൊണ്ട് അങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നത് അല്ലേ. അല്ലൂസ് ഇനി അടുത്തൊരു വാവയും കൂടെ ആയ അല്ലൂസിന്റെ കാര്യം എടുക്കാണ്ടാവില്ല അല്ലേ. കുട്ടികളൊക്കെ നോക്കിയില്ലേ അല്ലൂസ്? ഷോ, നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തേത്തും ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒരു രസല്ലേ അല്ലേ? അല്ലേ? എന്താ? ആ, വീഴ്ത്തല്ലേ. അടുത്ത കുട്ടീനെ എനിക്ക് നോക്കൂലേ? ഈ നോക്കുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അമ്മ. ഇതോട് കൂടി നിർത്തുമ്പോൾ തുടരുക വേണ്ടേ? ഇതിങ്ങനെ തുടർന്നോണ്ടിരിക്കുക. ഉള്ള കുട്ടികളൊക്കെ ഈ നോക്കൂ. ഇങ്ങനെ ഒരു എന്താ പറയാ, ബാക്കപ്പ് നല്ല പറയാ, സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നെ ആരാ നോക്കാത്തതില്ലേ. പക്ഷെ ഞാൻ പറഞ്ഞ പറഞ്ഞ നോക്കുന്നില്ല. മതി, നോക്കൂലെന്നല്ല, 3 കുട്ടികൾ മതിന്ന്. ഇതുപോലത്തെ ഒന്നുണ്ടായാ പോരെ. എനിക്ക് അല്ലു തുമ്പി കുഞ്ഞാവ 2 കുട്ടി 3 തുമ്പി 4 അപ്പമാമന്റെ വാവ. അപ്പമാമന്റെ വാവ 5 ഞാന്. അമ്മക്ക് 5 കുട്ടികളല്ലേ? അതല്ല ഉദ്ദേശിച്ചു. ഞാൻ പ്രസവിക്കുന്ന കാര്യം ഉദ്ദേശിച്ചു. അതൊക്കെ എന്റെ മക്കൾ തന്നെ. ഹേസും വാവയൊക്കെ എന്റെ മക്കൾ തന്നെ. വാവയ്ക്ക് നമ്മള് പേരിട്ടില്ലല്ലോ, പേരിട്ടുമ്പോൾ വിളിക്കണം. അപ്പല്ലേ അതൊക്കെ എന്റെ വാവ തന്നെ. ഞാൻ പ്രസവിക്കുന്ന കാര്യ പറഞ്ഞത്. പ്രസവിക്കാൻ 3 എണ്ണം മതി പോരെ? അപ്പുമാമന്റെ വാവനെ ഞങ്ങളൊന്നും വിളിച്ചില്ല. എന്നും വിളിക്കും. ഓന് ഉറങ്ങുന്ന സമയമാകുമ്പോ പിന്നെ വിളിക്കില്ല. എണീറ്റിട്ട് അപ്പം കൂടെ വിളിക്കുക ചെയ്യാം അല്ലേ? മുട്ടായി കൊടുക്കേണ്ടി വരും അല്ലേ വാവ വന്നാല്? മുട്ടായി കൊടുക്കുന്നതോ തുമ്പിക്ക് ബോയിനെയാണോ ഗേളിനെയാണോ ഇഷ്ടം? കണ്ടോ,
വെറും കള്ളത്തിയാ. ഇത്രയും ദിവസം ഗേളിനെ നില പറഞ്ഞു. ഇപ്പൊ അപ്പുമാവന് ബോയ് ആയപ്പം ബോയിനെ ഇഷ്ടം അല്ലേ? അപ്പൊ അമ്മേന്റെ കുമ്പയുള്ള മാവ് എന്താ, ബോയ് ആണോ ഗേളാണോ? അത് ഗേളാണ് അല്ലേ? തുമ്പീന്റെ പൂമ്പാറ്റ. നിങ്ങൾ നല്ല പേരൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഇപ്രാവശ്യം ഒരു ഐഡിയ ഇല്ല. സാധാരണ ഞാൻ ഇങ്ങനെയല്ല. എനിക്ക് എന്റെ മക്കളുടെ കാര്യത്തിൽ പേരിടേണ്ട കാര്യത്തിലൊക്കെ ഒരു ഇച്ചിരി ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേ മുൻകൂട്ടി ഇതാക്കി അല്ലെങ്കിൽ ഒരു ഇച്ചിരി ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതില്ല ഗൈസ്. എനിക്ക് നിക് നെയിം ഇടുന്നതും അല്ലാത്തതും ഒക്കെ അടക്ക് തീരെ ഒരു ഐഡിയ ഇല്ല. ലൈക്ക് എനിക്കിങ്ങനെ നാടൻ അങ്ങനത്തെ പേര് ഇഷ്ടമല്ല. ഇപ്പം മൃണാൾ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി തോന്നില്ലേ മൃണാൾ. ഇപ്പൊ ധ്രുവ് പിന്നെ അന്ന് ഇടുന്ന സമയത്ത് വെറൈറ്റി ആയിരുന്നു. പിന്നെ ആരൊക്കെ ഇട്ടാ വെറൈറ്റി ഒക്കെ തീർന്നു പോയി. മൃണാൾ പോലത്തെ അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ ടൈപ്പ് ഓഫ് എന്താ പേരുകളാണ് ഇഷ്ടം. പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കാനാണെങ്കിലും കുറച്ച് ക്യൂട്ടായിരിക്കണം. അല്ലു തുമ്പി എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നില്ലേ, ലൈക്ക് അങ്ങനെ. അല്ലാതെ പേരിന്റെ ഷോർട്ട് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അല്ലു തുമ്പി പൂമ്പാറ്റ എന്നാണ് തുമ്പി കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയില്ലല്ലോ. അല്ലു എന്താ പറയുന്നത്, ബോയ് ആണോ ഗേൾ ആണോ? അല്ലുവിന് ബോയിനെ, തുമ്പിക്ക് ഗേളിനെ. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കടി. അതന്നെ പഠിക്കുക. ഞങ്ങൾ പഠിക്കാൻ പോവാണ്. നിങ്ങൾ രണ്ടാളും ഇവിടെ ഒന്ന് അടങ്ങിയിരുന്ന് പഠിക്കണം. അമ്മ കുളിച്ചു വരും. ഓക്കെ ഓക്കെ പറ. ഞാനിവിടെ അടങ്ങിയിരുന്നത് തിന്നോളൂ. യെസ് ഗൈസ്, ഞാൻ അവരോട് കുറച്ചേരം സംസാരിക്കും. വേണ്ട, അത് ഓർക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോ. അത് എനിക്ക് അതിലേറെ ബുദ്ധിമുട്ടായിപ്പോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അമ്മ കുളിക്കാൻ പറ്റിയ ഞാൻ അവരോട് സംസാരിക്കട്ടെ. അത് ബുദ്ധിമുട്ടാവൂലേ എന്റെ ഉണ്ണിക്ക്? ഇല്ല, എഴുതാനുള്ള ആടെ എഴുതി വെച്ചിരിക്കുന്ന പോയൊന്ന് പഠിക്ക്. അല്ലൂസ് മാത്സ് പഠിക്കുന്നു, തുമ്പി ഏട്ടനെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ ഇരിക്കണു, അമ്മ കുളിക്കണു. ഓക്കെ ഓക്കെ ഗൈസ്. ഉപ്പേരിക്ക് ഇന്ന് നമുക്ക് എന്താണെന്ന് അറിയോ, ചൊരങ്ങയാണുള്ളത് ആസ് യൂഷ്വൽ. പിന്നെ അത് ഇപ്പൊ തിന്നത്. പിന്നെ മീൻകറി അത് ഇളയമാക്കിക്കോളാന്ന് പറഞ്ഞു മീൻകറി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരെ പഠിപ്പിക്കുന്നതും കുറച്ച് പണികൾ ഉണ്ടായിരുന്നു, അതൊക്കെ തീർക്കാൻ നോക്കി. പിന്നെ എനിക്ക് പ്രൊമോഷൻ പെൻഡിങ് കിടക്കാണ് ഗൈസ്. അതൊക്കെ ഒന്ന് എടുത്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. നടക്കില്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നടത്തണം. അപ്പൊ അതൊക്കെയാണ് പ്ലാൻ അല്ലേ തുമ്പി? യെസ്. അപ്പൊ ഞാൻ പോയി കുളിച്ചു വരാം. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു. എന്താ പറയാ, ഒരു മനുഷ്യക്കോലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ തുമ്പി? അപ്പൊ ഇത്ര നേരം എനിക്ക് മനുഷ്യക്കോലല്ലായിരുന്നു. ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ വന്നിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതാണ് ഈ ആക്ഷൻ കാണിക്കുന്നത്. നന്നായിട്ടുണ്ട്. അല്ല ആ പൊട്ടെടുത്ത് ഒരു പൊട്ടിട്ട് കൊടുക്കട്ടെ തുമ്പിക്ക്. ആ കളർ പൊട്ട്. ഞാൻ കൊണ്ട ഓനും ഓൻ്റെ ഒരു സ്റ്റാർ പൊട്ടു. രണ്ടാക്കും സ്റ്റാർ പൊട്ട്. ഈടാനായില്ല. ഞാൻ വരയ്ക്കട്ടോ. എന്ത് ഇത് ഇങ്ങനെ വരച്ച് കളിക്കുന്ന പെന്നല്ല, ഇത് കണ്ടെടുത്ത് അവിടെ കൊണ്ടുവയ്ക്ക്. വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി താഴെ പോയിട്ട് ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ അല്ലുവിനും തുമ്പിക്ക് ചോറ് കൊടുക്കണം, എനിക്ക് ചോറ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കുറച്ച് പ്രൊമോഷന്റെ പെൻഡിങ് വർക്ക്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് തീർക്കണം. എല്ലാം ഒന്നും ഇന്നത്തെ എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റിയിരിക്കുകയാണ്. അങ്ങനെ മനസ്സിലായി. അപ്പൊ വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട്. പിന്നെ അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് എന്താ വെച്ചാൽ ഇവർ രണ്ടാളും എനിക്ക് കുറച്ച് നേരമൊക്കെ താഴേക്ക് ആക്കി അമ്മ നോക്കുന്ന പറഞ്ഞിട്ട് എനിക്ക് വീഡിയോസോ എഡിറ്റ് ചെയ്യാനുള്ളതോ ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അത് പറ്റില്ല. ഇവർ രണ്ടുപേരെയും വെച്ചുകൊണ്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ. എന്താവും എന്നറിയില്ല. എനിക്ക് നാളത്തെ കമ്മിറ്റ് ചെയ്ത കുറച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് തീർക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാൻ. കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും നടന്നില്ല. ഇനി വേണം നടത്താൻ. അപ്പോൾ താഴേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞുവാവേനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ടോ. തുമ്പമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മയാണ്, അയ്യോ മോനെ ഒന്ന് വിളിക്കുമോന്ന്. പിന്നെ ഓളൊരു ടോണിലൊരു വിളിയുണ്ട്, ചേച്ചീൻ്റെ മോനേന്നൊരു നീട്ടി വിളിയുണ്ട്. അതിൽ ചിലപ്പോൾ ചെക്കനൊന്ന് ഞെരുങ്ങേ, ഒന്ന് ചിരിക്കേ, അല്ലെങ്കിൽ ഒന്ന് കൈയെടുത്ത് ഇങ്ങനെ തിരിച്ച് വെക്കേ, ഒന്ന് കുഞ്ഞിക്കണ്ണ് ഒരു കണ്ണൊക്കെ തുറന്നൊന്നും വല്ല നോക്കുകയോ ചെയ്തോ ഒക്കെ പിന്നെ സ്വർഗം കിട്ടിയ ഫീലാണ്. ഓള് കുളിച്ച് റെഡിയായിക്കെ കഴിഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കാനൊക്കെയായിരിക്കും വിളിക്കണ്ടാവുക. ചെക്കൻ ഉറങ്ങായതുകൊണ്ട് ഓൻ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇവളതൊക്കെ കാണിച്ചു കൊടുക്കും. ഓക്ക് കാണിക്കേണ്ട കോള് കാണിക്ക്, ഓക്ക് പറയേണ്ട കോള് പറയുകയും ചെയ്യൂട്ടാ. വാവേനെ എടുക്കണം, ഉമ്മ കൊടുക്കണം തുടങ്ങി കുറേ ആഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക്. പെട്ടെന്ന് തന്നെ വാവേനെ കാണാൻ പറ്റട്ടെ. അങ്ങനെ ചുട്ടുമണീനെയൊക്കെ കണ്ട് ഞങ്ങൾ താഴെ പോയി പിന്നെ ഫുഡ് കഴിക്കാനിരുന്ന്. നല്ല അടിപൊളി അയിലക്കറി ഉണ്ടായിരുന്നു. ഞാൻ ഈ സൈഡിൽ നിന്ന് എന്താ കുഴച്ചെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊരിച്ചതിൻ്റെ മസാല ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിന്
കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മുടെ ചുരങ്ങേൻ്റെ ഉപ്പേരി കുറേയും ചോറ് കുറച്ചും എടുത്ത് കഴിക്കണമെന്നാണല്ലോ നമ്മൾ ഷുഗർ പേഷ്യൻസിൻ്റെ എന്താ പറയുക അജണ്ട. ഇത് കൊണ്ട് ഞാൻ കുറേ ഉപ്പേരിയും കുറച്ച് ചോറും പിന്നെ ഇവർക്കും കൂടെ കൊടുത്തോണ്ടാണ് ഞാൻ കഴിക്കാറ്. എനിക്കുണ്ടല്ലോ സത്യം പറയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം, അതാണ് എനിക്ക് നന്നായി കഴിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഇത്. പക്ഷേ ഷുഗർ ആകുമ്പോൾ അധികം കഴിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 3 പേര് ഒരുമിച്ച് കഴിക്കും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് കഴിക്കുക. അങ്ങനെ അപ്പോൾ ഇവർക്ക് 2 പേർക്കും വാരി കൊടുത്തതിൻ്റെ കൂടെ ഞാനും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചു വന്നു ഞങ്ങള്. എനിക്ക് ഷൂട്ട് ചെയ്യണം, കുറച്ച് ഷൂട്ടൊക്കെ പെൻഡിങ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. മുടി വെള്ളം നോക്ക്. അല്ലെങ്കിൽ ഇന്നെ എന്തെങ്കിലും ഈ സമ്മതിക്കുമോ? ഞാൻ എൻ്റെ നെയിൽ പൊട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് ഒന്ന് നെയിൽ പോളിഷ് ഇടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും വാല് വന്നത് ഇങ്ങനെ എല്ലാ നഖവും പൊട്ടിയതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സങ്കടാവുള്ളൂ. എന്താടേ എഴുത്. അല്ലൂസ് അവിടെ നിന്ന് പഠിക്കുകയാണ് കേട്ടോ, നാളെ എക്സാം ആണേ. അതിന് ഇതിന് കയ്യിൽ നഖം വേണ്ടേ? ചന്ദ്രക്കല പോലെ ഇത്തിരി ഉണ്ട് അടക്ക് അനങ്ങല്ലേ. അതിനിപ്പോ എന്തെടുത്തിടാനാണ് ഞാൻ? എന്താ ഒരു സന്തോഷം. അനങ്ങല്ലേ. നഖം കടിച്ചൊരു കോലാക്കി വെച്ചിട്ടുണ്ട്. കുത്തേ ഉള്ളൂ അവിടെ, നഖല്ല. പിന്നെ ഞാൻ എന്താക്കാനാണ് മോളെ? കുത്തിടല്ല ഞാൻ, നഖത്തിലടുന്ന് നഖല്ല. എന്ത് രസാ. കുത്തല്ലടോ, അവിടെ നഖല്ല. ഇല്ലാത്ത നഖത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അവിടുന്ന് പെൺകുട്ടികളല്ലേ, ഗേൾസ് അല്ലേ നെയിൽ പൊളിച്ചിടുക. അതിലോട് കണ്ടുപിടിക്കുന്നു. അവിടെ ഇട്ടാണ് സൂപ്പറായിട്ട്. മക്കളെ ആഗ്രഹത്തിന് മുമ്പൊക്കെ പെൺകുട്ടികളൊക്കെ നല്ല തന്നെയാണ് കേട്ടോ. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഈറ്റങ്ങളെ പോറ്റാൻ കുറച്ച് പാടൊക്കെ തന്നെയാണ്. അന്ന ഭയങ്കര ഈസി കേട്ടോ. എന്നാല് ഓ ഒരു കുറവുണ്ട്. ആ തുമ്പി തട്ടലടോ. ഓ ഓ എല്ലാരെയും വേനുണ്ട്. വേനല്ലാതെ പ്രസവിക്കാൻ പറ്റുമോ? രണ്ടാളിന് വേനുണ്ടേനും. വേദനയ്ക്ക് നിങ്ങൾ രണ്ടാളും കുറവൊന്നും തന്നില്ല. എനിക്ക് ഭഗവാനെ എങ്ങ ആർക്കെങ്കിലും ഗിവ് അവേ വേണത് ഈ സാധനത്തിന് കൊണ്ടുപോയിക്കോളി. ഞാൻ ആർക്കേം കൊടുക്കുക തുമ്പീനെ. പോറ്റാൻ കുറച്ച് പാടാ. എടി എന്റെ കയ്യിലല്ലേ ഞാൻ ഇട്ടെന്ന്. അങ്ങനെയാ ഒരേ കയ്യില് 2 കളർ ഇടാൻ പറ്റുക? ആ തെര മോളെ ഇത് ഇട്ടെന്നമ്മ. നെയിൽ പോളിഷ് ഇടുന്നതിന് ഇത്രയൊക്കെ സന്തോഷം ഒരു കുട്ടീനെ നിങ്ങൾ കാണണ്ടോ? നിങ്ങളെ വീട്ടിലുള്ള എല്ലാം ഇങ്ങനെ തന്നെയാണോ? നിങ്ങളൊക്കെ വീട്ടിലുള്ള കുട്ടികള് ഇങ്ങനെ ഭയങ്കര എൻ്റെ അമ്മ മേക്കപ്പിന്റെ സാധനമൊക്കെ അങ്ങോട്ട് ഇട്ടെടുത്ത ഇളക്കല്ല മോളെ. അത് മതിയോക്ക്, വേറൊന്നും വേണ്ട. ചോറൊന്നും കൊടുത്തില്ല കുഴപ്പമില്ല, ഓളങ്ങനെ പോറ്റാം. കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് ഐഷാഡോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓള് സെറ്റ് ആയിക്കോളും ഗൈസ്. എനിക്ക് ക്ഷീണമാവുന്നു. എല്ലാവർക്കും ഭക്ഷണം കഴിച്ചാലും ഉഷാറാവല്ലേ ചെയ്യാ. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഭക്ഷണം കഴിച്ച് ഞാൻ ഭയങ്കര ക്ഷീണിക്കുക ചെയ്യാ. എന്റെ ഡ്രസ്സിലാക്കല്ലേ തുമ്പി. ചില സമയല്ലേ എനിക്ക് അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഇങ്ങനെ വല്ലാത്ത ഭ്രാന്തൊക്കെ എടുക്കുമ്പോൾ ഞാൻ നൈസായിട്ട് അമ്മേന്റെ അടുത്തേക്ക് വിടുക ചെയ്യാം. പൊയ്ക്കോ അച്ഛമ്മേന്റെ അടുത്ത് പൊയ്ക്കോന്ന് പറഞ്ഞാൽ വല്ല നൈസായിട്ട് ഒഴിവാക്കും. പക്ഷെ അമ്മ അവിടെ അച്ഛമ്മ അവിടെ അല്ല, ഓവറാക്കാതെ അവിടെ ഇരിക്കും. അമ്മ അവിടെ ഇല്ലാത്തോണ്ട് പക്ഷെ ഞാൻ മാനേജ് ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കയ്യിലല്ലേ പെട്ടുള്ളൂ, ഞാൻ കാലിലിട്ടില്ലല്ലോ. ഞാൻ രാത്രി കാലിലിടും, അപ്പൊ തുമ്പിക്ക് കാലിലിട്ട് തരും. ഓക്കെ ഓക്കെ അല്ലു പഠിക്ക് വേഗം പഠിക്ക്. ഓക്കെ ഗൈസ്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് പ്രൊമോഷന്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. തൊടരുത്, തൊട്ടാ അത് പോവും. ഊത് ഊത് ഊത്. ഞാനിപ്പോ അങ്ങോട്ട് വന്ന തന്നെ ഞാൻ ശരിയാക്കും. എന്നെ കണ്ണനൊക്കെ ആക്കും ഞാനിപ്പോ. എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഒന്ന് ഉദ്ഘാടിച്ചില്ല സമാധാനം ഉണ്ടാവില്ല. അതെ, നിങ്ങൾ രണ്ടാളും കൂടെ ഉഷാറായിട്ട് മുടി നോക്കണം എന്നില്ല, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്റെ മോനത് വളഞ്ഞു പോയിന്നല്ല, നീണ്ടുപോയി പറയും. ലെങ്തിലുള്ള ഡിഫറൻസ് തന്നെ നോക്കിയാൽ നല്ല. ഞാൻ പറഞ്ഞോട്ടെ ഗൈസ്, സൂപ്പറായിട്ട് കേട്ടോ. നല്ല ചേഞ്ച് ഉണ്ട് എന്നുവെച്ചാൽ ആ ഒരു മൊത്തത്തിൽ ആ ലുക്ക് തന്നെ ചേഞ്ച് ആയി. പിന്നെ ഒരു ഷൈനിങ് ഒരു എഫക്റ്റ് ഉണ്ട്. ഓ
ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, അമേസിങ് ആണ് കേട്ടോ, സീരിയസ്ലി അടിപൊളിയുണ്ട്. കുറേ ടൈം ഞാൻ ചെയ്തിട്ടില്ല, കുറച്ച് സമയം ചെയ്തിട്ടുള്ളൂ, പക്ഷേ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര ഷൈനി ആൻഡ് ഭയങ്കര ബൗൺസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വോളിയം ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിക്കിത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്, എന്തായാലും ട്രൈ ചെയ്തോളൂ. ഡ്രയർ വാങ്ങിച്ച്, നമ്മൾ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ച്, ക്രീം മിഷൻ വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യുന്നതിലും നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം. ഓക്കെ ഓക്കെ തുമ്പി, ഓക്കെ അമ്മ പറ. നാളെ പരീക്ഷയ്ക്ക് അസൂയ കുശുമ്പ് ഇതിനൊക്കെ മരുന്നില്ലാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാണിച്ചിരാം. അതിനാ കണ്ട മൊത്തം അല്ലൂസിന് കൊടുത്തു. ഓക്കെന്താ മൊത്തം കൊടുക്കാത്തത്? തരാ. ഇനി അടുത്ത കുഞ്ഞാവ് വരുമ്പോ എന്താക്കൂ? വലിയ ഉമ്മ കൊടുക്കും ഗൈസ് നമ്മള്. തുമ്പി നോക്കും, തുമ്പി ചേച്ചി അല്ലേ തുമ്പി? തുമ്പി ചേച്ചി എടുത്തോ എന്തൊക്കെ ചെയ്യും പറഞ്ഞോടുക്ക്. ആദ്യം നീ നിന്റെ അപ്പി സ്വന്തമായിട്ട് കഴിക്കാൻ പഠിച്ചടി, എന്നിട്ടല്ലേ നീ വാവേന്റെ അപ്പി കഴിക്കാൻ കൊടുക്കുക. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതൊരു കോംബോ ആയിട്ട് വാങ്ങിച്ചാണ്. ഇതും പിന്നെ ഇതിന്റെ ഒരു പേർപ്പിൾ കളറും പിന്നെ ഒരു നേവി ബ്ലൂ ഓർ ബ്ലാക്ക് അങ്ങനത്തെ ഒരു ഡാർക്ക് ഷെയ്ഡും, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് വരുന്നത് കോംബോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ നമ്മുടെ കണ്ടോ ഹെയർ സെറ്റ് ആയില്ലേ ഗൈസ്? സൂപ്പർ. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ബാക്കി വാലന്മാരെ കാണിച്ചു. കമോൺ അല്ലു തുമ്പി, കമോൺ. ഉണ്ടോ അല്ലു തുമ്പി റെഡി ആയതുണ്ടോ? അല്ലു വാ. ഇങ്ങനുണ്ട്? സുന്ദരിയായോ? സുന്ദരനായോ? ചോദിച്ചോട്ടെ. നമുക്ക് അതൊക്കെ ഇഷ്ടായത്. സുന്ദരിയായോ? സുന്ദരനായോ അല്ലേ? ഇതോ പോടപ്പൊട്ടാ ഡോറാബുജിയാണത്. ടോമാൻ ചൊറിയില് ചൊറിയല്ലേ ഇത്? ആ ചൊറിയല്ല, രോമന് ചൊറിയല്ല, ജെറി. ഒന്നും അറിയാതെ നോക്കിയേ. ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. വീഡിയോ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ എന്താണ്, മീൻസ് എന്ത് പ്രൊഡക്റ്റ് ആണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഷോർട്സിൽ അറിഞ്ഞാൽ മതിട്ടോ. കാരണം അതിലൊക്കെ പറഞ്ഞാൽ ബോർ അടിക്കണ്ടല്ലോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ അടുത്ത ഷോർട്സ് വീഡിയോയിൽ ഇടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയി ആദ്യം ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വരട്ടെ. ഇവരെന്നെ റെസ്റ്റ് എടുക്കാൻ ഒരു തരുമ്പ് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മര്യാദക്ക് ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കിടത്തിയ 2 എണ്ണങ്ങളാണ്. ആ 2 എണ്ണങ്ങൾക്ക് ഇപ്പം ഭയങ്കര വിശപ്പോലെ. എനിക്ക് വിശന്നിട്ട് വയ്യാ. ഇപ്പൊ തന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയി പോകുന്നുള്ള മട്ടില്ല രണ്ടാളും. എന്നിട്ട് വന്നിട്ട് ഇപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കി, പാൽവെള്ളമൊക്കെ ഉണ്ടാക്കി 2 പേർക്കും കൊടുക്ക. ഹലോ, എന്തൊരു നല്ല മക്കളാന്നറിയോ. കിടക്കാനൊക്കെ പൂതിയാവുക. ഇനിയിപ്പോൾ കിടക്കാനൊന്നും നേരമില്ല. അവർ ഉറങ്ങുമ്പോൾ വേണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. എനിക്ക് ആവുന്നില്ല. അമ്മേ, കുറച്ച് നേരമൊക്കെ ഒരു റെസ്റ്റ് ഒരു ഗർഭിണിക്ക് തരുമൊക്കെ ചെയ്യട്ടോ മക്കളെ. ഓ തുറന്നേരെ, അതിനാണല്ലോ ഞാൻ. ഓക്കെ ഗൈസ്, ഞാനൊരു ചായ എടുക്കട്ടെ. കുടിക്കും. അയ്യോ പൊട്ടി നക്കം പൊട്ടിപ്പോച്ചേ. എനിക്ക് അപ്പോഴേ തോന്നി. ചിരിക്കല്ലേ, എനിക്ക് സങ്കടാന്ന്. എനിക്കൊന്ന് കിടക്കണോ ഈ പ്രാന്തന്മാര്. അടുത്തും കൂടെ വരുമ്പോ ചെമ്പരത്തിപ്പൂ വെച്ച് വീടിന് ചുറ്റും ഓടും 4 റൗണ്ട്. ചിരിക്കല്ലടാ. അടക്ക തുമ്പി മോളെ. അതെ, നമ്മൾ പറഞ്ഞ ഒരു പേടിയുള്ള സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. അതുമില്ല, അങ്ങനെ ചിരിച്ച് കാണിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നൂല. പക്ഷെ എനിക്ക് ആവുന്നില്ല അമ്മേ. അപ്പം മാത്രമല്ല, ഈ സ്റ്റെപ്പൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അപ്പൊ പ്രസവിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. പറ്റുന്നില്ല.
അങ്ങനെ കയറി പോയാൽ ഒറ്റയ്ക്കാണോ? നടക്ക്. ആരാ ആദ്യം റൂമ് കയറാന്ന് ഓട്ടി പോവുക. റെസ്റ്റ് എടുക്കാനൊക്കെ അല്ലേ എനിക്കിങ്ങനെ കൊതിയാവും ചില സമയം. ചില സമയത്ത് ഭയങ്കര ഇതാവും. അമ്മ ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ലൈക്ക് എനിക്കിപ്പോൾ തീരെ വയ്യാന്നുണ്ടെ അമ്മ അവരെ നോക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇതാക്കിയിടുകയും ചെയ്യാം. ഇളയമയ്ക്കും ആവില്ലല്ലോ. ഇവരുണ്ടാകും നോക്കാനും അമ്മയ്ക്ക് തന്നെ വലിയ ടാസ്ക്കാണ്. പിന്നെ ഇളയമേനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ആക്കിയേക്കാനും പറ്റില്ല. മൊത്തത്തിൽ ഞാൻ സൈഡാണ് ഗൈസ്. പറ്റുന്നില്ല. തുമ്മി നടങ്ങി കിടക്കെങ്കിൽ ദേഷ്യം വരുന്നുണ്ടേ. പറ്റുന്നില്ല. ഒന്നാമത് ഈ ചൂടും AC ഉണ്ടായിട്ട് തന്നെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. മിക്കവാറും ആ ജനലിലുള്ള ചൂരലിന്റെ കയ്യിൽ എത്തുന്നവരെ രണ്ടുപേരും കളി കളിക്കും. നേരത്തെ ഞാൻ ഉറങ്ങാൻ കിടന്നോടത്തുനിന്നാണ് എന്തായത് നിങ്ങൾ ചായ വേണോ എന്നാണ് കൊണ്ടുപോയി ഞാൻ ചായയൊക്കെ തന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കിടത്തുന്നത്. ഇനി മര്യാദയ്ക്ക് കിടന്നില്ല അടി ഉറപ്പാ. തുമ്പിക്കാണ് ആദ്യം കിട്ടണ്ടേ. ചിരിക്കാനൊന്നും എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. അല്ലൂസേ ഇപ്പഴല്ലേ ഞാൻ ഇതിനൊന്ന് ചോദിക്കുക. കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് ഈ കല്യാണം കഴിക്കുമല്ലോ തുമ്പിയെ? കഴിക്കൂലേ? അച്ഛമ്മേനല്ല, ഈ കൊറേ കാലം കഴിഞ്ഞ് കല്യാണം കഴിക്കൂലേ? അപ്പൊ എനിക്ക് കുട്ടികളുണ്ടാവൂലേ? എന്നിട്ട് നീ എന്റെ അടുത്ത് വന്ന് പറയും അമ്മേ എന്നെ കൊണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ പറയും ഞാൻ എന്റെ അമ്മേനോട് പറയും പോലെ. പക്ഷെ എന്റെ അമ്മേനോട് പറയും. പക്ഷെ എന്റെ അമ്മ എന്നോട് പറയട്ടോ വരെ അത്രയൊന്നും നിങ്ങളില്ലായിരുന്നു. ആ അച്ഛമ്മ ഒന്ന് കെട്ടിയാണ് ക്ഷീണത്തില്ല. ഇനി പന്നി കൂടെ കെട്ടായിട്ടാ. അമ്മ എന്നോട് എപ്പോഴും പറയും നിങ്ങൾ അയ്യോ അപ്പൊ ഒന്നും ഇങ്ങനല്ലേ നിങ്ങൾക്ക് പേടിയാനും അടി കിട്ടുമെന്നൊക്കെ ഭയങ്കര പേടിയാണ്. ഇവർക്ക് ഉണ്ടാക്കുക ആ പേടിയും കാണില്ല എന്നാ പറഞ്ഞത്. പിന്നെയും കമ്പാരറ്റീവ്ലി എനിക്ക് തോന്നുന്നു പേടി അല്ലൂനാണെന്ന്. തുമ്പിക്ക് അത്ര ഇടയിൽ രണ്ടാമത്തെ മക്കളെല്ലാം ഇങ്ങനെയാണോ? ഓ മൈ ഗോഡ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്നിട്ടും ചേച്ചി മൂന്നാമത്തേന് തുനിഞ്ഞല്ലോ. ആഗ്രഹങ്ങൾ അങ്ങനെയല്ലേടാ. അവസ്ഥ എന്താണെങ്കിലും ആഗ്രഹങ്ങളെ നമ്മൾ വിലക്കിടാൻ പാടില്ല. ഇനി എനിക്ക് ആഗ്രഹമില്ല. ഇതോടുകൂടി പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. മുടി അഴിക്കരുത്. ഊരിപ്പോയതല്ല ഈ ഊരിയതാ. എനിക്ക് അവരോട്ടരാൻ പോ. ഞാൻ അവരെ ഉറക്കട്ടോ. വയ്യ അമ്മേ വേഗം വരൂ മമ്മി വേഗം വരൂ. അച്ഛമ്മേടെ വിളിച്ചു നോക്കിയില്ലല്ലോ. വിളിച്ചു നോക്കുക അച്ഛമ്മേടെ പോയിന്ന്. ആ കുത്തിത്തരാം. അങ്ങനെ രണ്ടുപേരും ഒരു വിധത്തിൽ ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് എൻ്റെ മീ ടൈമാണ്. ആ ടൈമിൽ ചില ദിവസം ഞാൻ ഉറങ്ങും, ചില ദിവസം ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യും, ചിലപ്പോൾ എനിക്ക് ഫിലിം കാണാനായിരിക്കും തോന്നുക. അങ്ങനെ പലതാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താ ഈ നടത്തുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ മസിൽ കയറി കഴിഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണ് കേട്ടോ. അപ്പം ഞാൻ തലങ്ങും വിലങ്ങും ഇങ്ങനെ നടക്കുകയാണ് ചെയ്യാറ്. ചില സമയമൊക്കെ അല്ലൂനെ എണീപ്പിച്ച് ഞാൻ കാലൊന്ന് പിടിച്ചു തരാനൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ കുട്ടി ഉറങ്ങല്ലേ, അപ്പോൾ അവനെ ബുദ്ധിമുട്ടാക്കണ്ട വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ. അതൊക്കെ കഴിഞ്ഞൊന്ന് ഓക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഇരുന്ന് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. എഴുതാന്ന് വെച്ചാൽ വിചാരിച്ചു ഞാനെന്തോ സാഹിത്യം എഴുതാന്ന്. അങ്ങനെയല്ല, ഈ വർഷം തൊട്ടിട്ട് എനിക്ക് കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസത്തെ പ്ലാനിങ്ങുകൾ, പിന്നെന്താ പറയുക എൻ്റെ വരവ് ചെലവ്, പിന്നെന്താ കുറച്ച് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് എഴുതാണ്ടായിരുന്നു. അതൊക്കെ ഗൈസ് ഇപ്പോൾ സമയം 7. ഈ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടു. ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 ഷുട്ടുമണികളും അവിടെ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല, നാളെ എക്സാമാണ്. ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവന് ഉറക്കം ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഉറക്കിയിട്ട് പിന്നെ പഠിപ്പിക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ആ ക്ഷീണത്തിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. ഉച്ചയ്ക്ക് ഉറങ്ങാത്ത പക്ഷം പിന്നെ നമുക്ക് ഒരു കാര്യം നടക്കില്ല. അവനെ പഠിപ്പിക്കലൊന്നും നടക്കില്ല. മാത്രമല്ല എനിക്കൊരു മീ ടൈം കിട്ടുകയില്ല. ഇനി താഴെ പോയിട്ട് രാത്രിയിലേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അമ്മ ഗുരുവായൂരൊക്കെ പോയി. ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, പിന്നെ ഏതറിയോ പാമ്പ് മേക്കാവ്, അങ്ങനെ ഏതൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആവും വരാൻ. രാത്രി പുലർച്ചയൊക്കെ ആവുമെന്ന് അറിയില്ല. നാളെ അല്ലൂന് സ്കൂളുണ്ട്. എനിക്ക് പേടിയാണ്. അല്ലൂന് സ്കൂളിലെ ദിവസം അമ്മയൊന്നുമില്ലാതെ എനിക്ക് പേടിയാണ്. അയ്യോ ഞാനൊക്കെ ഒറ്റയ്ക്ക് സ്ഥലത്ത് പോയി എങ്ങനെ ജീവിക്കാമെന്തോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവരെ എണീപ്പിക്കട്ടെ. പിന്നെയും നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ ഇട്ടുള്ള ദോശയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്രീൻ ആപ്പിൾ എടുത്ത് മുറിച്ച് കഴിച്ചു കേട്ടോ. ഇടയ്ക്കും തലയ്ക്ക് ഞാൻ എന്തൊക്കെ എടുത്ത് കഴിക്കുക വെച്ചിരുന്നു. ചില വീഡിയോസൊക്കെ എടുക്കാൻ എന്നോട് തന്നെ മറന്നു പോയിരിക്കുകയാണ്. ഡാഡി വെള്ളയൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് എവിടെ പോവാണ്, വെറുതെ ഒന്ന് പുറത്തിറങ്ങാൻ കേട്ടോ. അതങ്ങനെയാണ് അച്ഛൻ. പുറത്തിറങ്ങുകയാണെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾ പോകുള്ളൂ. അതിന് വേണ്ടി അമ്മ. ഇനിയിപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ മരിച്ച വീട്ടിലേക്ക് നന്നായി ഒരുങ്ങി പോകും, ചിലപ്പം കല്യാണത്തിന് ഞങ്ങൾ അങ്ങനെ ഒരുങ്ങിയില്ല. അങ്ങനെ ഒരു എന്താ പറയുക, എന്നെയും വൈശാഖിനെയും പോലെ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് അച്ഛനും
അച്ഛനും അമ്മയും. പക്ഷേ ഞാനും വൈശാട്ടിനും ഒരുങ്ങുന്ന കാര്യത്തിൽ അങ്ങനെ വലിയ ധ്രുവങ്ങളിലൊന്നും അല്ല കേട്ടോ. സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണെന്ന് എപ്പോഴും പറയാറ്. അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തുമ്പീനൊന്നും ഉമ്മ വെച്ച് ഉറപ്പിച്ചില്ല അച്ഛന് സമാധാനം ഉണ്ടല്ലോ കേട്ടോ. 2 ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഓൾറെഡി ഒന്ന് സ്നേഹം കാണിക്കണം. പക്ഷേ കുട്ടി എന്തായാലും അന്താളിപ്പിലാണ് ഇരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റൊന്നും ഹാൽ ഇതിൽ കുട്ടി വിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്ക് പോലും ഉണ്ടാവില്ല എത്രയോ ഉറച്ച കസേര. അതുപോലെയാണ് ഈ അടുക്കള, ബാത്റൂം എന്ന് പറയാൻ പറ്റും, അടുക്കളയിൽ ആ കസേര ഉറച്ച സീറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ ദോശയ്ക്കുള്ള കലക്കി അതിലേക്ക് തേങ്ങയും കൂടിയിട്ട് നന്നായി ഇളക്കി ഇനി ദോശ ചൂടണം. അതിന് മുൻപേ എനിക്ക് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ വെക്കുക എന്നുള്ളതാണ്. അപ്പം നന്നായിട്ട് കുഴയ്ക്കണം. കുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമാണ് ഗൈസ്, കാരണം അതിലാണ് എല്ലാം ഇരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയാറ്. അതുകൊണ്ട് ഞാൻ നന്നായി ഇളക്കുന്നുണ്ട്. പിന്നെ ഇൻസുലിൻ എടുക്കാൻ പോയി. ഇൻസുലിൻ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നോട് ആരൊക്കെ ചോദിക്കാറുണ്ട് ഇൻസുലിൻ എടുക്കുന്നത് പെയിൻഫുൾ അല്ലേന്ന്. ആക്ച്വലി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പെയിൻ ഉണ്ടാവും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് പെയിൻഫുൾ ആവാതെയും അതുപോലെ ബ്ലീഡ് ചെയ്യാതെയൊക്കെ നോക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എത്രയാണോ ആ നമുക്ക് എടുക്കേണ്ട ക്വാണ്ടിറ്റി, അതായത് മെഡിസിൻ എടുക്കേണ്ട ക്വാണ്ടിറ്റി അത്രയും എയർ ആദ്യം ഫില്ല് ചെയ്യുക. നമ്മൾ സിറിഞ്ചിൽ, എന്നിട്ട് അത് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കുത്തിയിട്ട് അങ്ങോട്ടേക്ക് പ്രസ് ചെയ്യുക. അതായത് എയർ കളയാന്ന് പറയാനിട്ട് തിരിച്ച് വെച്ചിട്ട് അതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചെടുക്കുക. ഇപ്പം 22 നമ്മളെ ക്വാണ്ടിറ്റി എങ്കിൽ ഒരു 23 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണം നമ്മൾ പ്രസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എയറൊക്കെ അങ്ങ് പോകും. എയർ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ പെയിൻ വരിക. ഓക്കെ, പിന്നെ നമ്മൾ കുത്തുമ്പം പെന്ന് പിടിക്കുന്ന പോലെ വെച്ചിട്ട് വേണം കുത്താൻ വേണ്ടിയിട്ട്. ചെരിച്ച് കുത്തുക. പിന്നെ അതുപോലെ എന്താ പറയുക, നമ്മൾ കുത്തുന്നതിലും ഉണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാലിലാണ് കേട്ടോ, ഔട്ടർ തൈസിലാണ് വെക്കാറ്. ചിലർ കയ്യിലും വയറിലൊക്കെ വെക്കും, എനിക്കത് തീരെ പറ്റില്ല, അതുകൊണ്ട് കാലിലാണ് വെക്കാറ്. അങ്ങനെ ഇൻസുലിനൊക്കെ എടുത്ത് വന്നതിന് ശേഷം അതാ തുമ്പമ്മ അവിടെ കാര്യമായിട്ട് കാത്തിരിക്കുന്നത് ദോശയാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ദോശയാക്കട്ടെ. ആരൊക്കെയോ എനിക്ക് ഓട്സിൻ്റെ ദോശേൻ്റെ റെസിപ്പിയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ ഷുഗറിന് ഇത് നല്ലതാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്സിൻ്റെ ദോശ ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ വേഗം ദോശ ഉണ്ടാക്കി. തുമ്പമ്മയ്ക്ക് ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലുട്ടൻ അവിടെ ഇരുന്ന് TV കാണാണ് കേട്ടോ. അവൻ ഏകദേശം മാത്സിനൊക്കെ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ അവിടെ TV കാണുന്നതുകൊണ്ട് മോളും ഇവിടേക്ക് തന്നെ വന്ന് 2 പേരും ഇങ്ങനെ പയ്യെ ഭയങ്കര സ്ലോ മോഷനാണ് കഴിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് ഇനി ബാക്കി അവരുടെ അടുത്തേക്ക് ചെല്ലാം. അതുവരെ അവരവിടെ സ്ലോ മോഷനിൽ ഇരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ദോശയും മീൻകറിയും കൂടെ കഴിച്ചു കേട്ടോ. ഇൻസുലിൻ വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ കാണരുതെന്നൊക്കെ ആരൊക്കെയോ പറയുമെങ്കിലും എനിക്കത് ശീലമാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കും. അപ്പോഴാണ് ചിലപ്പോൾ ഞാൻ എല്ലാവരുടെയും വ്ളോഗ് കാണലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിലിമിൻ്റെ പോർഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയ നഖം നോക്കി സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. ഈശ്വര, എൻ്റെ നഖം ഇനി വളർന്നു വരുന്നേ കുറച്ച് സമയം എടുക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇത് അങ്ങനെ അനക്കാതെ വെച്ചിട്ടുണ്ട്. ആണ്ടിൽ സംക്രാന്തിക്ക് ഒന്ന് വായിലിടുന്ന പറഞ്ഞാൽ രണ്ടും TV-യിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുക. എന്നിട്ട് ഇത്തിരി അവസാനം ഞാൻ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇവിടെ വരും ഇവർക്ക് വായിൽ വെച്ച് കൊടുക്കും, അവിടെ പോകും. ഇവർ രണ്ടാൾ ഒരുത്തി ഇരിക്കുന്നുമില്ല. അങ്ങനെ അവിടെ പോകും, ഓന് വായിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ഇളയമ്മ ഇരുന്ന് TV കാണുന്നുണ്ട്. 2 പേർക്കും വായിലൊക്കെ വെച്ച് കൊടുത്ത് എങ്ങനെയൊക്കെയോ 2 പേരുടെയും തീറ്റ കഴിച്ചു. ഇവരെ തീറ്റിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ തോന്നും ചില സമയത്ത്. കാരണം ഇവരെന്നെ കഴിക്കട്ടെ എന്ന് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവർക്ക് വെച്ച് കൊടുക്കും. പിന്നെ ഇവർ കഴിക്കുന്ന കണ്ടിലാണെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കൊടുക്കും. എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു. ഇനി ഇതിപ്പോൾ ഒരു 8:30 ആ സമയമൊക്കെ 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശക്കും കേട്ടോ, അതെന്തായാലും ഉറപ്പാണ്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ വേഗം വന്നു. പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുകയാണേ. വെരി ഗുഡ് തുമ്പി, ക്ലാപ്പ് ചെയ്യൂ. ഏട്ടൻ പഠിച്ചു. വെരി ഗുഡ്. 20 സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. തുമ്പി വീണ്ടും ക്ലാപ്പ് ചെയ്തിരിക്കുന്നു. ഇനി എന്താ പഠിക്കാനുള്ളത്? പിന്നെ ഷേപ്സ് ഒക്കെ അറിയില്ലേ? സ്ക്വയർ, സർക്കിള്, റെക്റ്റാങ്കിള്, ട്രയാങ്കിൾ ഒക്കെ അറിയില്ലേ?
പിന്നെന്താ ചോദിക്കുക, പിന്നെ കൗണ്ട് ചെയ്യാനാണ്. പിക്ചേഴ്സ് തന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് അത് എത്രയാണെന്ന് എഴുതണം. അപ്പോൾ ഇപ്പോൾ 17 ആണ് കിട്ടുന്നത്, 17ന്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതേണ്ടി വരും. അപ്പം അല്ലുട്ട നല്ല വൃത്തിക്ക് എന്ത് ചെയ്യണം, എണ്ണുമ്പോൾ തെറ്റിപ്പോയാൽ പിന്നെ ഒക്കെ തെറ്റിപ്പോവും. മനസ്സിലായോ? ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കറക്റ്റ് അത് തന്നെയാണോ കിട്ടുന്നതെന്ന്, എന്നിട്ടൊക്കെ എഴുതാൻ പാടുള്ളൂ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ മെഡിസിൻ കഴിച്ചു. എൻ്റെ മെഡിസിൻ എടുത്ത രണ്ട് കുട്ടികൾക്ക് ഭയങ്കര തോരയാണ് ഗൈസ്. അപ്പോൾ രണ്ടുപേരും എനിക്കുള്ള മരുന്നൊക്കെ എടുത്തു തന്നു. ഇനി അല്ലുട്ടന് മരുന്ന് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിൽ പോയിട്ട് ഇതുവരെ അല്ലൂസ് പഠിച്ച മാത്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുന്നു അല്ലേ. പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞോട്ടെ, റിവിഷൻ ചെയ്യും. പിന്നെ എന്താ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് എനിക്ക്. ഇവരെ ഉറക്കണം, ഇതൊക്കെയാണ് ടാസ്ക്. ഇനി ഉറങ്ങണേന് മുന്നേ ഒരു കോഴിമുട്ട പുഴുങ്ങിയത് കഴിക്കും കേട്ടോ. ഞാൻ കോഴിമുട്ട നൈസായിട്ട് ക്രാക്കായെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. നമുക്ക് പോയിട്ട് വരാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തൊന്ന് റിവിഷനൊക്കെ ചെയ്ത് വന്നിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജ് നിൽക്ക്. എടുക്കണം. അല്ലുവിന് തുമ്പിക്കും മരുന്ന് കൊടുക്കാനുണ്ട്. അല്ലുവിന് ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കാനുണ്ട്. തുമ്പമ്മയ്ക്ക് ഈ ചുമ ഈ കഫക്കെട്ട് അങ്ങോട്ട് വിട്ട് മാറുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മരുന്നും കൂടെ കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജമ്പനും തുമ്പനും ഒക്കെ ആയിട്ട് ഞാൻ മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ചെറിയമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ അമ്മേനെ കൂട്ടാൻ വേണ്ടി പോയതാണേ. ഇറ്റ്സ് നോട്ട് യുവർ ബുക്ക്. നോ അല്ല. വേർ ഇസ് യുവർ കോപ്പി? ഓ ഐ സീ. Where's your diary? Tell me. Where is your diary? Oh, I see. Mukiralo. What are you talking? You don't know English, Tumbi? You don't know English? So pity girl. Tumbi, tell me. What is your name? I mean birthday. I mean the birthday. Not. അന്ന് എമീന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അതല്ല ചോദിച്ചത്. വാട്ട് ഈസ് യുവർ നെയിം? ആ അത് നല്ലൊരു പരിപാടിയാ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് വെച്ചാൽ നിന്റെ പേരെന്താന്ന്. മൈ നെയിം ഈസ് മൈ നെയിം ഈസ് ധ്രുവപതി. അപ്പൊ തുമ്പി പറ. മൈ നെയിം ഈസ് അത് ഓന്റെ പേര്. നിന്റെ പേര് പറ. മൈ നെയിം ഈസ് ബ്രിനാൽ ദിനാപർത്തി. My name is? വല്ലാത്ത കഷ്ടപ്പാടല്ലേ ആ പേര് പറയാൻ. അനക്ക് ഇഷ്ടമായിണോ എന്റെ പേര്? ഇല്ലാന്നൊന്നും പറയരുത് അമ്മേന്റെ അടുത്ത്. അമ്മ കഷ്ടപ്പെട്ടിട്ട പേരല്ലേ. എന്താ പഠിക്കേണ്ടത് പറയും. ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കാതെ. ഒരു സർക്കിൾ വരച്ചേ. ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു എ വരയ്ക്കുക. ഇതൊക്കെയല്ലേ ഈ എഴുതിയത് പഠിച്ചത്? അല്ലു വന്നേ നമുക്ക് റിവിഷൻ ചെയ്യണം. സമയമായി. എന്താ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേക്കട്ടെ. എന്താ ഈ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്താ എന്റെ പ്രശ്നം പറയും തുമ്പി? മനസ്സിലായില്ലേ? ഈ സാധനം ഓക്ക് പരസ്യം വന്നതാ. അതാണ്. അത് ഓളെ കൊണിയറാണ്. ഓന്റെ കൊണിയർ അല്ലാന്നാ പറയുന്നത്. ഇവിടെ അങ്ങനെ ഓന്റേതോ എന്റേത് എന്നൊന്നുമില്ല. എല്ലാം എല്ലാവരും ആണ് കേട്ടോ. ഏതാ ഭാഷ? ഈ കൊറിയയിലായിട്ടാണോ പോയി പഠിക്കുന്നത്? ഓ ശരി ശരി. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അച്ചമ്മ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് മക്കൾക്ക് രണ്ടുപേർക്കും. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ 2 കുറ്റൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഗുരുവായൂരിൽ കൊണ്ടുവന്നിട്ടുള്ള വെണ്ണ ഞാൻ കഴിച്ചു. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതെടുത്ത് കഴിച്ചു. പിന്നെ അല്ലുട്ടൻ വന്നിട്ട് എന്നെ സോപ്പിട്ട് എന്താ പറയുക, ഞാൻ ഇന്ന് അച്ചമ്മേൻ്റെ കൂടെയാണ് കിടക്കുന്നത്. കാരണം അച്ഛനും കൂടെ ലീവുള്ളപ്പോഴാണ് ഞാൻ അമ്മേൻ്റെ കൂടെ കിടക്കാൻ ശ്രമിക്കുക. കാരണം അമ്മ പുലർച്ചയ്ക്ക് പശുവിനെ കറക്കാൻ പോകും. അന്നേരം അല്ലു ഒറ്റയ്ക്കായി പോലെ റൂമിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ കിടത്താറ് കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛൻ ലീവാണല്ലോ. അതുകൊണ്ട് പിന്നെ അവൻ അച്ചമ്മേൻ്റെ അച്ഛൻ്റെയും കൂടെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓരോ കൂടെ പോയി. നമ്മളെ വാലത്ത് ഇത് എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി മുകളിൽ പോയിട്ട് ഓളെ വകര് ബ്രൂട്ടീഷനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ കിടക്കുള്ളൂ കേട്ടോ. വെള്ളവുമായിട്ട് ഞാൻ അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ രാത്രി ആകുമ്പോൾ അങ്ങനെ ഒരുങ്ങി ക്ലിപ്പൊക്കെ കുത്തി സുന്ദരിയായിട്ട് കിടക്കുന്ന ആരെങ്കിലും കണ്ടണോ? തുമ്പിക്ക് രാത്രി ആകുമ്പോൾ അങ്ങനെ ഒരുങ്ങൊക്കെ വേണം. തുടരുത് കണ്ടോ, നല്ല കൊമ്പൊക്കെ കെട്ടി. വലിക്കരുത്
സുന്ദരിയായിട്ട് അവൾ ഉറങ്ങുള്ളൂ രാത്രി ഉറങ്ങുമ്പോൾ അല്ലേ മോളെ? ഓ അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ബൈ, ബൈ. സീ യു ടുമോറോ.